നമസ്കാരം. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് പാകിസ്ഥാൻ ഇന്ത്യയെ തിരിച്ചടിക്കാനായിട്ട് ഉപയോഗിച്ചത് ചൈനീസിന്റെ ആയുധങ്ങളായിരുന്നു. ആ ചൈനീസ് ആയുധങ്ങൾ ഭൂമിയിൽ, അതായത് ഇന്ത്യയുടെ മണ്ണിൽ തൊടാതെ തന്നെ ഇന്ത്യൻ സൈന്യം ആകാശത്ത് വച്ച് തന്നെ ആ ചൈനയുടെ ആയുധങ്ങൾ തകർത്ത് തരിപ്പണമാക്കി. ചൈനയുടെ ആയുധങ്ങൾ ഏതൊക്കെ രാജ്യത്ത് ചൈന കൊടുത്തിട്ടുണ്ടോ, അത് നല്ല രീതിയിൽ പ്രവർത്തിക്കുമെന്നൊക്കെ ചൈന തീപ്പളക്കിയിട്ടുണ്ടോ, അപ്പോഴെല്ലാം ആ ചൈനീസ് സൈന്യം വെറും ഓലപ്പടക്കം അല്ലെങ്കിൽ നനഞ്ഞ പടക്കമായി തന്നെ മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അമേരിക്കയും വെനസ്വേലയും തമ്മിൽ നടന്ന ഒരു പോരാട്ടത്തിനിടയിലും ഇതേ കാര്യം തന്നെയാണ് ഇപ്പോഴും ബോധ്യപ്പെടുന്നത്. അതായത് ചൈനീസ് പടക്കം ഒരു കാര്യത്തിലും ഉപയോഗിക്കാൻ പറ്റില്ല, അത് ചൈനീസ് ആയുധങ്ങൾ ഒരു ആവശ്യത്തിലും ഉപയോഗിക്കാൻ പറ്റില്ല, അതൊരു പടക്കമായി തന്നെ മാറും, നനഞ്ഞ പടക്കമായി തന്നെ മാറുമെന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് ചൈന തന്നെ. നിലവിൽ ഓപ്പറേഷൻ സിന്ദൂരിൽ ഇന്ത്യയുടെ ശക്തമായ ആക്രമണങ്ങളെ തടയുന്നതിൽ പരാജയപ്പെട്ടതിന് പ്രധാന കാരണം ചൈനയിൽ നിന്ന് വാങ്ങിയ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും മിസൈലുകളുമായിരുന്നു. ഇപ്പോഴിതാ വെനസ്വേലയിൽ നടന്ന US ആക്രമണം അത് കണ്ടെത്തി പ്രതിരോധിക്കാനാകാതെ പോയതിന് പേരിൽ ചൈനീസ് ബന്ധവും പുറത്തു വരികയാണ്. ചൈനയിൽ നിന്ന് വെനസ്വേല വാങ്ങിയ JYL-1 എന്ന ലോങ് റേഞ്ച് S-ബാൻഡ് 3D എയർ സർവൈലൻസ് റഡാറുകൾ അമേരിക്കൻ സൈനിക നീക്കത്തിനിടെ പൂർണ്ണമായും പരാജയപ്പെട്ടു എന്ന വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. 450 കിലോമീറ്റർ ദൂരെയുള്ള വിമാനങ്ങളെ പോലും കണ്ടെത്താൻ ശേഷിയുണ്ടെന്ന് അവകാശപ്പെട്ടിരുന്ന ഈ റഡാറുകൾക്ക് ഒരൊറ്റ US വിമാനത്തെയോ ഹെലികോപ്റ്ററിനെയോ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല എന്നും വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. അതായത് ഡ്യൂപ്ലി സാധനങ്ങൾ. US സൈന്യം ഉപയോഗിച്ച അത്യാധുനിക ഇലക്ട്രോണിക് വാർഫെയർ വിമാനങ്ങളായ EA-18G ഗ്രൗണ്ടുകൾ അതോടൊപ്പം തന്നെ റഡാർ സിഗ്നലുകളെ ജാം ചെയ്താണ് പരാജയത്തിന് പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. കൂടാതെ രാജ്യത്തെ വൈദ്യുതി തടസ്സങ്ങൾ കമാൻഡ് ആൻഡ് കൺട്രോൾ സംവിധാനങ്ങളെ ബാധിച്ചതും വലിയൊരു തിരിച്ചടിയായി മാറി. ആക്രമണം നടത്തുന്നതിന് മുമ്പ് തന്നെ വെനസ്വേലയുടെ കൈവശമുള്ള 50% JYL-1 റഡാറുകളും സ്പെയർ പാർട്സുകളുടെ അഭാവം മൂലം പ്രവർത്തനരഹിതമായിരുന്നു. F-35 പോലുള്ള അത്യാധുനിക സെൽഫ് വിമാനങ്ങളെ വേട്ടയാടാൻ ശേഷിയുള്ള സെൽഫ് ഹണ്ടുകൾ എന്നാണ് ചൈനീസ് മാധ്യമങ്ങൾ ഇവയെ വിശേഷിപ്പിച്ചിരുന്നത്. 2025 പാകിസ്ഥാന്റെ സൈനിക താവളങ്ങളിൽ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ എന്ന സൈനിക നീക്കത്തിന് സമാനമാണ് വെനസ്വേലയിലെ ഇപ്പോഴത്തെ സാഹചര്യം. അന്ന് പാകിസ്ഥാന്റെ 10ഓളം ചൈനീസ് നിർമ്മിത റഡാറുകളെ ഇന്ത്യൻ വ്യോമസേന വിജയകരമായി തന്നെ ജാം ചെയ്യുകയും തകർക്കുകയും ചെയ്തിരുന്നു. ഇന്ത്യ പ്രയോഗിച്ച മിസൈലുകളായ ഹാരപ്പും അതോടൊപ്പം തന്നെ റാംപേജും കണ്ടെത്താൻ അന്ന് പാകിസ്ഥാന്റെ കൈവശമുണ്ടായിരുന്ന ചൈനീസ് റഡാറുകൾക്ക് സാധിച്ചിരുന്നില്ല എന്നതാണ് മറ്റൊരു പ്രധാന കാര്യം. പാകിസ്ഥാന് പിന്നാലെ വെനസ്വേലയിലും സമാനമായ സാഹചര്യങ്ങൾ ഉരുത്തിരിഞ്ഞതോടെ ചൈനീസ് ആയുധങ്ങളുടെ വിശ്വസതയിൽ സംശയങ്ങൾ വലിയ രീതിയിൽ ഉയർന്നിട്ടുണ്ട്. വിപണനത്തിനായി വലിയ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥ യുദ്ധമുഖത്ത് പാശ്ചാത്യ രാജ്യങ്ങളുടെയോ ഇന്ത്യയുടെയോ അത്യാധുനിക ഇലക്ട്രോണിക് യുദ്ധതന്ത്രങ്ങൾക്ക് മുന്നിൽ ഇവ പരാജയപ്പെടുന്നതായാണ് വിദഗ്ധർ വിലയിരുത്തപ്പെടുന്നത്. വലിയ രീതിയിൽ ചൈന ഇതിനെ വലിയ മാർക്കറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും യുദ്ധസമയത്ത് ഇത് ഉപകാരപ്പെടുന്നില്ല. ഈ പശ്ചാത്തലത്തിൽ പല രാജ്യങ്ങളും ചൈനീസ് ഉത്പന്നങ്ങൾക്ക് പകരം തദ്ദേശീയമായോ മറ്റ് സഖ്യകക്ഷികളിൽ നിന്നുള്ളതോ ആയ പരീക്ഷിച്ച തെളിയിക്കപ്പെട്ട റഡാർ സംവിധാനങ്ങളിലേക്ക് തിരിയാൻ സാധ്യതയുണ്ട് എന്നാണ് മറ്റൊരു കാര്യം. കൂടാതെ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞ സമയത്ത് തന്നെ എല്ലാ ലോകരാജ്യങ്ങളും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടിരുന്നതാണ്. അതായത് പാകിസ്ഥാന്റെ കൈവശം തുർക്കിയുടെ ആയുധങ്ങൾ ഉണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ ചൈനയുടെ ആയുധങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ആ യുദ്ധ സമയത്ത് തന്നെ ഈ പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ തൊടുത്തി വിട്ടുകൊണ്ടിരുന്ന യുദ്ധങ്ങൾ, അത് യുദ്ധ ഉപകരണങ്ങളെല്ലാം തന്നെ തുർക്കിയുടെയും ചൈനയുടേതുമായിരുന്നു. അത് ഒരെണ്ണം പോലും ഇന്ത്യയുടെ മണ്ണിലേക്ക് വീഴാതെ ആകാശത്ത് വെച്ച് തന്നെ ഇന്ത്യൻ സൈന്യം അതിനെ തകർത്ത് തരിപ്പണമാക്കി. കൂടാതെ ഇന്ത്യ തന്നെ തദ്ദേശീയമായി നിർമ്മിച്ച പല യുദ്ധ ഉപകരണങ്ങളും ഉണ്ടായിരുന്നു. അത് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യ പല ആയുധങ്ങളും ഇന്ത്യ തന്നെ സ്വയം നിർമ്മിച്ച കുറെ ആയുധങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാം തന്നെ പാകിസ്ഥാനിലേക്ക് അടിച്ചു കയറ്റിയപ്പോൾ തകർന്നത് അവരുടെ പ്രധാനപ്പെട്ട റാവൽപിണ്ടി അടക്കമുള്ള തന്ത്രപ്രധാനമായ വ്യോമസേന ബേസ് ക്യാമ്പുകളായിരുന്നു. അതെല്ലാം മറ്റു ലോകരാജ്യങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അതായത് പാകിസ്ഥാന്റെ കൈവശം ഇരിക്കുന്ന തുർക്കിയുടെയും ചൈനയുടെയും ഒക്കെ യുദ്ധ ഉപകരണങ്ങൾ വെറും ഒരു കളിപ്പാട്ടമാണ്. അതൊന്നും കൊണ്ട് നമുക്കൊരു യുദ്ധത്തെ അല്ലെങ്കിൽ ഒരു രാജ്യവുമായി യുദ്ധം ഉണ്ടാകുമ്പോൾ അതൊന്നും നമുക്ക് നേരിടാൻ പറ്റില്ല. മറിച്ച് ഇന്ത്യ തന്നെ തദ്ദേശീയമായി നിർമ്മിക്കുന്ന മേഡ് ഇൻ ഇന്ത്യ യുദ്ധ ഉപകരണങ്ങൾ, അത് നമുക്ക് വിശ്വാസതയോടുകൂടി ഏത് യുദ്ധത്തെയും അതായത് ഏത് രാജ്യത്തെയും നമുക്ക് തകർത്ത് തരിപ്പണമാക്കാൻ ശേഷിയുള്ളതും വിശ്വസിച്ച് നമുക്കൊരു യുദ്ധത്തിന് കൊണ്ട് ഇറക്കാൻ സാധിക്കുന്നതാണ് ഇന്ത്യയുടെ ഉത്പന്നങ്ങൾ. അതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞപ്പോൾ തന്നെ
മറ്റ് ലോകരാജ്യങ്ങളടക്കം തന്നെ ഇന്ത്യയുടെ ഈ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി വലിയ രീതിയിൽ വിശ്വാസം അർപ്പിക്കുകയും ഇന്ത്യയുടെ യുദ്ധ ഉപകരണങ്ങൾ വാങ്ങണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പലരും ഡിഫൻസിനെ അടക്കം ഡിഫൻസ് മിനിസ്റ്ററിയോട് അടക്കം അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. നമുക്ക് ആ യുദ്ധോപകരണങ്ങൾ വേണം, ഇന്ത്യ നിർമ്മിച്ച ഈ ഉപകരണങ്ങൾ നമുക്ക് വേണമെന്ന് പല രാജ്യങ്ങളും പറഞ്ഞു. ഇത് വലിയ രീതിയിൽ ചൈനയ്ക്കടക്കം വലിയ രീതിയിൽ കനത്ത തിരിച്ചടിയായി മാറുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ചൈന ഒരു യുദ്ധ ഉപകരണങ്ങൾ നിർമ്മിക്കുമ്പോൾ അത് അവർ വലിയ രീതിയിൽ തന്നെ മാധ്യമങ്ങളിലടക്കം വലിയ പ്രചാരണം നൽകുന്നു. ഇത് ഇന്ന രാജ്യത്തെ തകർത്ത് തരിപ്പണമാക്കുന്നു എന്നൊക്കെ ചെയ്യുമ്പോഴും ഈ ഉപകരണമാണ് ഇപ്പോൾ അമേരിക്ക വെനോസിലേക്ക് കയറി ആക്രമണം നടത്തിയപ്പോഴൊന്നും തന്നെ ഈ ഉപകരണം കാര്യക്ഷമമായി പ്രവർത്തിച്ചില്ല. അതൊരു ചൈന പ്രോഡക്റ്റ് ആയിട്ട്, ഒരു ഡമ്മി പ്രോഡക്റ്റ് ആയിട്ട് നിന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം.